GCCക്ക് പുറത്തേക്കും ഇറാന്റെ യുദ്ധവ്യാപ്തി ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പ്രസ്താവിച്ചത്. ഗൾഫ് മേഖലയിൽ മാത്രം ഒതുങ്ങില്ല, ഗൾഫിന് പുറത്തേക്കുള്ള വ്യത്യസ്ത അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടും തങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞ് വല്ലാതെ ഒന്നും സമയം കഴിയുന്നതിന് മുമ്പേ ജോർദാനെ ആക്രമിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 21 ഇടങ്ങളിലാണ് ഇറാൻ അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിച്ചത്. ഇത് യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയേറെ ആക്രമണം ഒരേ സമയത്ത് നടക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. ദിവസം കഴിയുന്നതിനനുസരിച്ച് ഇറാന് ശക്തിയും ബലവും കൂടുകയും ദിവസം കഴിയുന്നതിനനുസരിച്ച് അമേരിക്കയും ഇസ്രായേലിനും പ്രതിരോധ സംവിധാനം തകരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ജോർദാനെ ജോർദാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തുന്ന സമയത്ത് ഇറാന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഈ മേഖലയിലെ ഏറ്റവും വലിയ സൈനിക ശേഷിപ്പുള്ളത്, അമേരിക്കയുടെ സൈനിക ശേഷിപ്പുള്ളത് ജോർദാനിലാണ്. യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ 2025 യുദ്ധം തുടങ്ങിയതിന് ശേഷം അതിൻ്റെ അവസാന മാസത്തിലാണ് ജോർദാനിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഗ്രൂപ്പ് ആക്രമണം നടത്തുകയും 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 11 പേർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേൽക്കുകയും ചെയ്തു. അതിന് തിരിച്ചടി നൽകാൻ അമേരിക്കക്ക് 15 ദിവസമെങ്കിലും ആലോചിക്കേണ്ടി വന്നു. എന്നിട്ടും തിരിച്ചടി നൽകിയത് ഇറാഖിലാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. 21 ഇടങ്ങളിൽ ആക്രമണം നടത്തിയതായിട്ട് അമേരിക്ക സ്ഥിരീകരിച്ചു. അതിലേറ്റവും ശക്തമായിരിക്കുന്ന ആക്രമണം നടന്നത് ജോർദാനിലാണ് എന്നുള്ളതും അവർ സമ്മതിക്കുന്നു. ഇറാനെ ആക്രമിച്ചതിനുള്ള മാരക തിരിച്ചടിയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് അമേരിക്കയുടെ സൈനിക ബേസിന് നേരെ ഉണ്ടായത് എന്നുള്ളത് വളരെ കൃത്യമാണ്. F-35 യുദ്ധവിമാനം പോലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അത് ലാൻഡിങ് ചെയ്ത സമയത്തുള്ളത് അതിനെ പറ്റിയാണ് പറയുന്നത്. ആകാശത്ത് പോകുന്ന സമയത്തല്ല, പക്ഷേ അത് എവിടെയോ നിർത്തിയിട്ട സമയത്ത് ആണ് ഈ ആക്രമണം നടന്നത് എന്ന് പറയുന്നത്. ജോർദാനിൻ്റെ സൈനിക ബേസിലാണ് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ജോർദാനിൽ കനത്ത ആക്രമണം തന്നെയാണ് നടന്നത് എന്നുള്ള സ്ഥിരീകരിച്ച റിപ്പോർട്ട് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഈ മേഖലയിൽ സൈനിക താവളങ്ങൾ, സേനയ്ക്ക് പിന്തുണ നൽകുന്ന ലക്ഷ്യങ്ങൾ എന്നിവയാണ് IRGC ലക്ഷ്യമാക്കിയത് എന്നുള്ളത് കൃത്യമാണ്. IRGC അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ സൈനിക താവളങ്ങളും സേനയ്ക്ക് പിന്തുണ നൽകുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇറാനെ ആക്രമിച്ചതിനുള്ള തിരിച്ചടിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ വിഷയം പറയുന്ന സമയത്ത് ഏകദേശം 12ഓളം സൈനിക ബേസുകൾ ജോർദാനിൽ അമേരിക്കക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ സൈനിക ബേസുള്ള ഒരു രാജ്യം കൂടിയാണ് ജോർദാൻ. ജോർദാനിൽ നിന്ന് പല ഘട്ടങ്ങളിലും ജോർദാനിൽ നിന്ന് ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തുനിയാറില്ല. കാര്യം എന്ന് പറഞ്ഞാൽ തിരിച്ചടി ഈ മേഖല കിട്ടുന്ന സമയത്ത് വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാകുമെന്നതിനാൽ ഈ മേഖല പലപ്പോഴും ഒഴിവാക്കലുണ്ട്. മാത്രവുമല്ല ജോർദാനും ആയിട്ട് ഈ സൗഹൃദ ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ നിലപാടല്ല ജോർദാൻ്റെ നിലപാട്. ജോർദാൻ്റെ നിലപാട് മാറിയിട്ടാണ് പറഞ്ഞത്. അത് ഭരണാധികാരി തന്നെ അമേരിക്കയിൽ സന്ദർശനം നടത്തിക്കൊണ്ട് അത് പറഞ്ഞു. അതായത് ഗസ നിവാസികളെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റിക്കൊണ്ട് ഇതൊരു ഒഴിഞ്ഞ ഭൂമിയാക്കിയിട്ട് ഇസ്രായേലിൻ്റെ സ്വതന്ത്രമായിരിക്കുന്ന മേഖലയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു. അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് ജോർദാൻ തങ്ങളുടെ നിലപാട് പറഞ്ഞത്. അതോടുകൂടി നല്ലൊരു ബന്ധത്തിലല്ല എന്നുള്ളതും പറയാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് ജോർദാൻ രാജാവ് അബ്ദുള്ള രാജാവിനെ കാണുന്നില്ല, പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്, പിന്നെയും കാണുന്നില്ല എന്ന റിപ്പോർട്ടൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു. എന്തോ അതിനെപ്പറ്റി അറിയില്ല. ഏതൊക്കെയാണ് സൈനിക ബേസ് പ്രധാനപ്പെട്ട് നമുക്ക് നോക്കാം. അതിൽ മുവഫക്ക് എന്ന് പറയുന്ന സാൾട്ടി എയർബേസ്, അതാണ് ജോർദാനിലെ അമേരിക്ക എയർബേസിൽ ഏറ്റവും വലിയ എയർബേസ്. ഇത് അസ്രക്ക് മേഖലയിലാണ്. അമ്മാനിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ വടക്കാണ് സ്ഥിതി ചെയ്യുന്നത്. യുദ്ധവിമാനം, ഡ്രോണുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, 60ലധികം സൈനിക വിമാനങ്ങൾ എന്നിവയെല്ലാം ഈ മേഖലയുണ്ട്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചെറിയ രീതിയിൽ മാത്രമാണ് ഉണ്ടായത് എന്ന് അവർ പറയുന്നു. അവർ പിന്നെ അങ്ങനെയാണ് പറയാറുള്ളത്. അത് പിന്നെ വലിയ പ്രത്യേകത ഒന്നുമില്ല. പിന്നെ ടവർ 22 എന്ന് പറയുന്ന ഒരു എയർബേസ് ഉണ്ട്. അത് വടക്ക് കിഴക്ക് മരുഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖല സിറിയയുടെയും ഇറാഖിൻ്റെയും അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ജോർദാൻ, സിറിയ, ഇറാഖ് അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഉള്ളത്. 350ഓളം അമേരിക്കൻ സൈനികർ ഇവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കിങ് അബ്ദുള്ള സെക്കൻഡ് എയർബേസ്, ഇത് അമേരിക്കയുടെ സൈനിക എയർബേസാണ്. ശരിക്കും പറഞ്ഞു കാണാൻ ജോർദാൻ ചെയ്യുന്ന കാര്യം നല്ലോണം എയർബേസ്, നല്ല ക്ലിയർ ആയിരിക്കുന്ന എയർബേസ് ഉണ്ടാക്കും. അതിന് അവരുടെ രാജാക്കന്മാരുടെയും ബന്ധപ്പെട്ടവരുടെയും പേരിടും, എന്നിട്ട് അമേരിക്കക്ക് അങ്ങോട്ട് കൊടുക്കും. ഇതാണ് ചെയ്യുന്നത്. കിങ് അബ്ദുള്ള സെക്കൻഡ് എയർബേസ്.
കിങ് ഫൈസൽ എയർബേസ്, പ്രിൻസ് ഹസൻ എയർബേസ്, കിങ് അബ്ദുള്ള സ്പെഷ്യൽ ഓപ്പറേഷൻ ട്രേഡിംഗ് സെൻറ്റർ, കിങ് അബ്ദുള്ള മാർക്കറ്റിംഗ് മാർക്ക എയർബേസ്, റോയൽ ജോർദാൻ നേവൽ എയർബേസ്. അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഏകദേശം 12ഓളം എയർബേസ് ആണ് ജോർദാൻ്റെ ഭൂമിയിൽ അമേരിക്കയുടേതായിട്ടുള്ളത്. 3000-ലധികം അമേരിക്കൻ സൈനികർ ഈ മേഖലയിൽ സേവനം അനുഷ്ഠിക്കുന്നുള്ളതാണ് റിപ്പോർട്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ഒരുപാട് കൂടാറുണ്ട്, യുദ്ധം കുറയുന്ന സമയത്ത് കുറച്ച് കുറക്കും. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇതിനൊക്കെ ശമ്പളം കൊടുക്കുന്നതൊക്കെ ജോർദാൻ തന്നെയാണ്. സംഭവമല്ല എന്നൊക്കെ പറയുന്നത്. കുവൈത്തിൽ അമേരിക്കൻ സൈനിക ബേസിന് സൈനികർക്ക് ശമ്പളം കൊടുക്കുന്നതിൻ്റെ ഒരു വിഹിതം കുവൈറ്റ് സർക്കാരാണ് നൽകുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടൊക്കെ ഇതിൻ്റെ പുറത്ത് വന്നിട്ടുണ്ട്. കാരണം നിങ്ങളുടെ സംരക്ഷണം കൂടി ഈ സംരക്ഷണത്തിനും കൂടി വേണ്ടി തങ്ങൾ ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഖത്തറിന് നേരെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായ സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കാതെ വന്നപ്പോൾ പിന്നീട് ഖത്തറും അമേരിക്കയും തമ്മിൽ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മറ്റുള്ള രാജ്യത്തെ അത് ബാധിച്ചിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സുരക്ഷിതത്വം പറയും, എന്നാലോ ആക്രമിക്കുന്ന ഇസ്രായേലാണെങ്കിൽ നിങ്ങൾ മിണ്ടാതെ വെക്കും. നിങ്ങൾ തന്നെ ആക്രമിച്ചാലോ നിങ്ങൾ അതിനും മിണ്ടൂല. ബാക്കിയുള്ളവർ അവിടെ ആക്രമിക്കുകയില്ല. ബാക്കിയുള്ള ഒരു രാജ്യം റഷ്യ പോയിട്ട് ഖത്തറിനെ ആക്രമിക്കുന്ന ഒരു സംവിധാനം ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഈ അസ്രക്ക് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് അസ്രക്ക് മേഖലയിലെ അമേരിക്കൻ സേനയുടെ മുസവ്വക് സൽട്ടി എയർബേസ് ഇറാൻ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്നുള്ളത് ജോർദാൻ സമ്മതിച്ചു. എന്ന് മാത്രമല്ല 5 മിസൈലുകൾ ജോർദാൻ തകർത്തതായി അവർ അവകാശപ്പെടുകയും ചെയ്തു. അപ്പോൾ അങ്ങോട്ടാണ് ആക്രമണം നടത്തിയത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ സാധാരണഗതിയിൽ തമാശയായിട്ട് അമേരിക്ക ഈ വിഷയത്തെ സിമ്പിളായിട്ടാണ് കാണാറുള്ളത്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അവർക്ക് നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുന്ന സമയത്ത് സിമ്പിളായിട്ട് അവർ പറയാം. എന്നിട്ട് എന്താ അവർ പറയുന്നതെന്നറിയോ? അവശിഷ്ടം വീണു ചെറിയ പരിക്കേറ്റിരിക്കുന്നു. അതും അമേരിക്കൻ പൗരന്മാരല്ല. ഇതിൽ പറഞ്ഞ അങ്ങനെ തന്നെയാണ്. 5 മിസൈലുകൾ പ്രതിരോധിച്ചിട്ടുണ്ട് ജോർദാൻ പറയുന്നു. എന്നാൽ അവശിഷ്ടം വീണിട്ട് ചെറിയ പരിക്ക് വന്നിട്ടുണ്ട്, ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ വരും. ഒരു 10 നില ബിൽഡിംഗ് ഇപ്പോൾ അമേരിക്കയുടേത് എയർബേസിൻ്റെ അകത്തുണ്ട്. അത് കപ്പാടെ തകർന്ന് വീണിട്ട് ഏകദേശം 100-150 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടാൽ ഒരു അമേരിക്കൻ സൈനികർക്ക് നിസ്സാര പരിക്കേറ്റു. നഖത്തിൻ്റെ ചെറിയ മൂലക്കൽ ഒരു ചെറിയ മുറിവ്. മറ്റൊരു അമേരിക്കൻ സൈനികരുടെ യൂണിഫോം ഒരു അല്പം കീറിപ്പോയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം 2025 ഖത്തർ എയർബേസിനെ ഇറാൻ ആക്രമിച്ചു. ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസിനെ ആക്രമിച്ചിട്ട് അവർ പറഞ്ഞ കാര്യം ഏകദേശം ഒരു ഡസൻ കണക്കിന് മിസൈലുകൾ പാഞ്ഞിട്ടുണ്ട് എന്ന് അന്ന് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ്. സ്ഥിരീകരിച്ചിട്ടില്ല അമേരിക്ക. ഒരു 4-5 മിസൈൽ വന്നിരുന്നു, ഞങ്ങളൊക്കെ പ്രതിരോധിച്ച് തകർത്തു, വിഷയങ്ങളൊന്നുമില്ല എന്നുള്ളത്. അതിൽ ഇപ്പോൾ ഇറാന് വലിയ സംശയം ഉണ്ടായി. ഇറാൻ പറഞ്ഞു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. തെളിവില്ലല്ലോ. അപ്പോൾ പിന്നെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പരിശോധിച്ചുകൊണ്ട് റഷ്യയാണ് ആ യാഥാർത്ഥ്യം പുറത്തിറക്കിയത്. ഈ സംഭവം നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരു 8 നില ബിൽഡിംഗ് ഇപ്പോൾ കാണാനില്ല. അത് ഏകദേശം കറുത്തിരിക്കുന്ന ഈ കരിയോലൊക്കെ ഒഴിച്ച പോലെ കറുത്ത പൊടികൾ എന്നൊക്കെ പറയുന്നത്, ബ്ലാക്ക് പൗഡർ എന്നൊക്കെ പറയുന്നത്, അതിന് സമാനമായ രീതിയിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അഥവാ അതൊക്കെ തകർന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ അമേരിക്ക എന്താ പറയുന്നത്? ചെറിയൊരു പരിക്ക്, നിസ്സാരമായിരിക്കുന്ന ഒരു സംഭവം മാത്രമാണ് നടന്നത് എന്ന് സിമ്പിളായിട്ട് പറയും. ഇതിലിപ്പോൾ MQ-9 ഈ തകർന്നതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. MQ-9 തങ്ങൾ ഇട്ടിട്ടുണ്ടെന്ന് IRGC പറഞ്ഞിട്ടുണ്ട്. അത് ചെറിയ തോതിൽ നശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കാം. മഹാത്മാഗാന്ധിയെ ചെറിയ തോതിലൊന്ന് വെടിവെച്ച് കൊന്നു എന്ന് ഇതിൻ്റെ മുൻപ് ഒരു BJP-കാരൻ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ സിമ്പിളായതിൽ MQ-9 ചെറിയ രീതിയിൽ നശിച്ചു, ചെറിയ കേടുപാട് പറ്റി. നശിച്ചാൽ പിന്നെ കേടുപാട് പറ്റിയെന്ന് പറയണോ? അങ്ങനെയൊക്കെയാണ് ഇതിൽ കാണുന്നത്. ഇറാനിൽ നിന്ന് ജോർദാനിലേക്ക് ദൂരം കണക്കാക്കുന്ന സമയത്ത് തെഹ്റാൻ ടു അമ്മാൻ പറയുന്നത് 1500 കിലോമീറ്ററാണ്. 1500 കിലോമീറ്റർ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവും. ബാലിസ്റ്റിക് മിസൈൽ, ഡ്രോണുകൾ, ക്രൂയിസ് മിസൈൽ, അറ്റാക്ക് ഡ്രോൺ, ഇറാഖ് ജോർദാൻ വഴി ആക്രമണം നടത്തിയെന്നുള്ളതാണ്. അപ്പോൾ ജോർദാനിലേക്ക് ഒരു ആക്രമണം നടത്തണമെങ്കിൽ, ഇവിടുന്ന് ഇറാൻ നടത്തണമെങ്കിൽ ഇറാഖിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് ജോർദാനിലെത്തണം. അപ്പോൾ ഇറാഖിൽ നിന്ന് അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ റഡാറിൽ കുടുങ്ങുന്ന രീതിയിലുള്ള സംവിധാനമല്ല അവർ ഉപയോഗിച്ച് എന്നുള്ളത് കൃത്യമാണ്. ഇത് നമ്മൾ ജോർദാൻ്റെ അതിർത്തി നോക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ചരിത്രപരമായിരിക്കുന്ന ഒരു രാജ്യമാണ് ജോർദാൻ എന്ന് പറയുന്നത്.
ഒരുപാട് പ്രവാചകന്മാർ പ്രബോധനം നടത്തുകയും സന്ദേശങ്ങൾ അയക്കുകയും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്ന ചരിത്ര പുരാതന മേഖലയിൽപ്പെട്ടതാണ് ജോർദാൻ. ബൈബിളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഖുറാനിൽ അതിൻ്റെ പരാമർശങ്ങൾ അതിലും കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതിൽ ജോർദാൻ്റെ അതിർത്തി എന്ന് പറയുന്നത് സിറിയയാണ് വടക്ക് ഭാഗത്ത് വരുന്നത്, ഇറാഖ് കിഴക്ക് ഭാഗത്ത്, സൗദി അറേബ്യ തെക്കും തെക്ക് കിഴക്കും, ഇസ്രായേൽ പടിഞ്ഞാറ് ഭാഗത്ത്, വെസ്റ്റ് ബാങ്ക് അത് ഈ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് അത് പടിഞ്ഞാറ് ഭാഗത്ത്, ഈജിപ്ത് വരുന്നുണ്ട്, അത് തെക്ക് പടിഞ്ഞാറുള്ള അക്കബ ഉൾക്കടലിൻ്റെ മറുകര. അക്കബ ഉൾക്കടൽ എന്ന് പറയുന്നത് ജോർദാൻ്റെതാണ്. അതിൻ്റെ മറുകരയിൽ വരുന്നത് ഈ പറയപ്പെട്ട ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യമാണ്. ഇത്രയും രാജ്യങ്ങൾ 6 രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്നു. അപ്പോൾ ഈ ജോർദാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ അതിർത്തിയാണ് ജോർദാൻ്റെ അതിർത്തിയാണ് സൗദി അറേബ്യ. ഇത് രണ്ടും ഇസ്രായേലിൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ സുരക്ഷിതമായിട്ട് ബന്ധമുണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല അമേരിക്കയുടെ ഉദ്ദേശം ഒരിക്കൽ പോലും ജോർദാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും പ്രതിരോധമുണ്ടാക്കാത്ത വിധം അവരുടെ കംപ്ലീറ്റ് നിയന്ത്രണ കാര്യങ്ങൾ അമേരിക്കയുടെ കൈവശത്തിൽപ്പെടുത്തണം എന്നുള്ള ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. അതിനൊരു എതിർപ്പ് പറയാൻ പറ്റാത്ത വിധം അങ്ങനെ അവർ ഒതുങ്ങി അല്ലെങ്കിൽ ചുരുങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രബലമായിരിക്കുന്ന ഒരു സൈനിക ശക്തിയായിട്ട് ഓരോരോ ദിവസവും ഇറാൻ മാറുന്നു എന്ന് ലോക രാഷ്ട്രീയത്തെ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.